അത് കുംഭം, മീനം, മേടം, ഇടവം ഇതുകളിലൊന്നാണെങ്കിൽ ഭോജനപാത്രം വളരെ ചെറുതായിരുന്നുവെന്നും സിംഹം, കന്നി, തുലാം, വൃശ്ചികം ഇതുകളിലൊന്നാണെങ്കിൽ പാത്രത്തിന് നല്ല വലിപ്പമുണ്ടായിരുന്നുവെന്നും ശേഷൻ രാശികളാണെങ്കിൽ പാത്രം ഇടത്തരത്തിലുള്ളതായിരുന്നുവെന്നും യുക്തിക്കനുസരിച്ച് വിചാരിക്കുകയും വേണം. ഇപ്രകാരം മറ്റ് സംഗതികളും കണ്ടുകൊള്ളുക. മൂന്നാം ഭാവത്തിന് ദുശ്ചിൽഖം എന്നും 9-ാം ഭാവത്തിന് തപസ് എന്നും ത്രികോണം എന്നും സംജ്ഞകളുണ്ട്. ഇവിടെ തൽ എന്ന വിശേഷ ദ്യോതകമായ പദം കൊണ്ട് ആയുസ്സിൻ്റെ കാര്യം തീർച്ചപ്പെട്ടാൽ പിന്നെ പ്രധാനമായി വിചാരിക്കേണ്ട ഭാവം ഭാഗ്യസ്ഥാനമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സർവം വിഹായ ചിന്യം ഭാഗ്യർഷം പ്രാണിനാം വിശേഷണ എന്ന് പ്രമാണവുമുണ്ട്.